വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ലോക്സഭാ MP ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനവിധിയുടെ ഫലപ്രഖ്യാപനം വന്നതിൻ്റെ പിറകെ ഇതാ വയനാട് അവിടുത്തെ ആദിമമായ നിവാസികളുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കെ വലിയൊരു നീതി നിഷേധത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വയനാട്ടിൽ മുന്നറിയിപ്പില്ലാതെ ഗോത്ര കുടുംബങ്ങളുടെ കുടിലുകൾ പൊളിച്ചു മാറ്റിയതിൽ വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമുയരുകയാണ്. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ ബേഗൂരിലാണ് ഒരു വിധവയും ഗർഭിണിയുമടക്കം 3 കുടുംബങ്ങൾ താമസിച്ചിരുന്ന കുടിലുകൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് നമ്മോടൊപ്പം ചേരുന്നു. അതിനു മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണം നമ്മൾക്ക് കേൾക്കേണ്ടതുണ്ട്. വയനാട്ടിൽ മുന്നറിയിപ്പില്ലാതെ ഗോത്ര കുടുംബങ്ങളുടെ കുടിൽ പൊളിച്ചു മാറ്റിയതിൽ വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. തോൽപ്പെട്ടി വന്യജീവി സങ്കേതമാണ്, അവിടെ ബേഗൂർ എന്ന ഇടമുണ്ട്. ആ ബേഗൂരിലാണ് ഒരു വിധവയും ഗർഭിണിയും അടക്കം 3 കുടുംബങ്ങൾ താമസിച്ചിരുന്ന കുടിലുകൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. വെച്ച ഭക്ഷണം പോലും വേകുന്നതിന് പോലും കാത്തു നിൽക്കാതെയാണ് കുടിലുകൾ പൊളിച്ചു നീക്കിയത് എന്നാണ് ഈ കുടുംബങ്ങൾ സങ്കടത്തോടുകൂടിയും ആത്മരോഷത്തോടെയും പറയുന്നത്. സ്വാമിക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ അടുപ്പിൽ വെള്ളം വെച്ചിട്ട് വെള്ളം എടുത്ത് മറിച്ച് രാത്രിത്തെ ചോറൊക്കെ എടുത്ത് മറിച്ചിട്ട് പാത്രമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇന്നലെ മുതൽ സ്വാമി അടക്കം വരെ ഞങ്ങൾ പട്ടിണിയാണ്. കുഞ്ഞി മക്കൾ ഞാനും അടക്കം പട്ടിണിയാണ്. ഇന്നലെ ഒരു പകൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ നേരമായിട്ട് അടുപ്പിൽ ഞാൻ തീ പിടിപ്പിച്ചിട്ടില്ല. എനിക്ക് അടുപ്പ് വേണ്ടേ വെക്കാൻ. ഞാൻ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ പാഴ്ച വരെ കാണുന്നില്ല ഇവർ. ഞാൻ പിന്നെ വെള്ളം കുടിക്കാനായിട്ട് വീട്ടിലേക്ക് പോയത് ഇവരെ വീട്ടിലേക്ക്. രാത്രി ഞാനിവിടെ ഒറ്റയ്ക്ക് ഞാൻ കിടന്നത്. നേരെ വെളുത്ത് കഴിയുമ്പോഴാണ് ഞാൻ പിന്നെ ഇവരെ വീട്ടിൽ പോയി. പാഴ്ചയും കാണില്ല, ഒന്നും കല്ല 2 ബുള്ളറ്റ് ഉണ്ടായി, അതുവരെ എറിഞ്ഞ് പൊട്ടിച്ചവർ. ഇത് കിടക്കാനുള്ള പായ് വരെ അവർ എല്ലാം വലിച്ച് എറിഞ്ഞിട്ടാണ് ഈ വീട് അങ്ങനെ അകത്ത് കയറിയിട്ട്. ആദിവാസി കുടുംബങ്ങൾ ഇപ്പോൾ ഈ വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. MLA ടി സിദ്ദിഖ് അടക്കം പ്രതിഷേധ രംഗത്തുണ്ട്. എബി ജോൺ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. ആദ്യമായി അറിയേണ്ടത് എന്ത് കാരണം പറഞ്ഞാണ് ഇവരെ ഒഴിവാക്കിയത്? ഇത് വനഭൂമി കയ്യേറി എന്നതാണോ പ്രധാനപ്പെട്ട പ്രശ്നം? MS ഇവർക്ക് നേരത്തെ വീട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് വീട് വെച്ച് നൽകാം എന്നുള്ള വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇത്തരത്തിൽ ഇവരുടെ കുടിലുകൾ പൊളിച്ചു മാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ചിലെ ബാവലി സെഷനിലെ ബേഗൂർ കൊല്ലിമൂല പണിയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ ഇതിപ്പോൾ ഏതെല്ലാം തരത്തിൽ അല്ലെങ്കിൽ ആദിവാസികളുടെ ഈ അവർ കയ്യേറിയാൽ തന്നെ അതിൻ്റെ ഒരു കുടിൽ വെച്ച് അവർ താമസിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിൻ്റെയൊക്കെ ഒരു മാനുഷിക വശം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള മാനുഷിക വശങ്ങളും പരിഗണിക്കാതെയാണ് ഇത്തരത്തിലൊരു ക്രൂരത വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം വലിയ ഒരു കയ്യേറ്റമാണ് അവർ നടത്തിയിരിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 16 വർഷത്തോളമായി ഈ കുടുംബങ്ങൾ അവിടെയാണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വീട് വെച്ച് തരാമെന്ന നിബന്ധനയോടെ ആണ് ഇവർ ഈ വീട് പൊളിച്ചു മാറ്റുന്ന നടപടിയിലേക്ക് കടന്നത് എന്നതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കാതെയാണ് ഇത്തരത്തിൽ ഇവർ താമസിച്ചിരുന്ന വീട് രാത്രി സമയത്ത് വന്ന് പൊളിച്ചു നീക്കി വനംവകുപ്പ് അത്രമാത്രം ഒരു വലിയ ക്രൂരത ഇവരോട് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഗ്രാമപഞ്ചായത്ത്, അതായത് ഈ ഗ്രാമപഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊല്ലിമൂലയിൽ ഗോത്ര വിഭാഗങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള പദ്ധതികളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ കൃത്യമായ രീതിയിൽ നടന്നു ചേർന്നിട്ടില്ല, അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വനത്തോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് ഇവർക്ക് ഇത്തരത്തിൽ ഈ വീട് വെച്ച് നൽകാനുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നത്. അതിൻ്റെ ഏതാണ്ട് 1/4 ഭാഗത്തോളം പദ്ധതികൾ പൂർത്തിയായിട്ടുണ്ട്. അവിടേക്ക് ഇവരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ഈ വീട്ടിൽ താമസിച്ചിരുന്നത് വിധവ, ഗർഭിണി അടക്കമുള്ള സ്ത്രീകൾ, കുട്ടികൾ അടക്കമുള്ള ആളുകളായിരുന്നു. ഇവരൊക്കെയും അതിനുശേഷം ഈ പൊളിച്ചു മാറ്റിയ വീടെന്ന് നമുക്കൊരു പക്ഷെ പറയാൻ കഴിയുമോ എന്നറിയില്ല. അത്രമാത്രം ഒരു ദരിദ്ര അവസ്ഥയിൽ തന്നെയായിരുന്നു. അവർ കെട്ടിയുണ്ടാക്കി കഴിഞ്ഞ 16 വർഷമായി താമസിക്കുന്ന ആ സ്ഥലത്ത് ആ പൊളിച്ചു മാറ്റിയ ഇടത്ത് തന്നെ അവർക്ക് താമസിക്കേണ്ട, രാത്രി പുലരുന്നത് വരെ, പകൽ നേരമാകുന്നത് വരെ കാത്തിരിക്കണം. രാത്രി മുഴുവൻ അവർക്ക് അങ്ങനെ കഴിഞ്ഞുകൂടേണ്ട സാഹചര്യം ഉണ്ടായി. ആന വന്നതുപോലെ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഒരു ദൃശ്യം ഉൾപ്പെടെ നമുക്ക് കാണാനും സാധിച്ചിരുന്നു. അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ അവരുടെ ഭാഗത്ത് നിന്നും
ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംഭവമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വലിയ ഒരു ക്രൂരത എന്നതിനപ്പുറത്തേക്ക് ഇതിനെ ഒന്നും തന്നെ പറയാനില്ല. ഏതെല്ലാം തരത്തിലുള്ള നിയമത്തിൻ്റെ ഇഴകീറി പരിശോധിച്ചാലും അതിൽ നീതി എന്നുള്ളത് ഒരു കാര്യമുണ്ട്. അത് തന്നെയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സാമാന്യ ബോധമുള്ള സാമാന്യ മനസാക്ഷിയുള്ള മനുഷ്യന് തോന്നുക എന്നുള്ളത്. എന്തായാലും നിയമത്തിൻ്റെ വഴിക്കല്ല, മറിച്ച് നീതിയുടെ വഴിക്ക് തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, മന്ത്രി OR കേളുവിന്റെ മണ്ഡലത്തിൽ പഞ്ചായത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതാണ്. ട്രൈബൽ വിഭാഗത്തിന്റെ വികസനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മന്ത്രിയാണ് OR കേളു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. AK ശശീന്ദ്രൻ വനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പിൽപ്പെട്ട ജീവനക്കാരാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ ഈ കുടിൽ തകർത്തുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വനംവകുപ്പിന്റെ ഓഫീസിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം, ഇവർ ആ വനംവകുപ്പിന്റെ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയാണ്. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളൊക്കെ ഉണ്ടാകുമെന്നൊരു കാര്യം മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ചില പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിൽ തുടർ നടപടികൾ, റിപ്പോർട്ട് അനുസരിച്ചുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് വനം മന്ത്രി നൽകിയിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. ഇതിൽ കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് അടക്കമുള്ളവരവിടെ ഉണ്ടല്ലോ. ടി സിദ്ദിഖ് ഒരു ചർച്ച നടത്തുന്നതായിട്ടും ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ടി സിദ്ദിഖ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ഒരു സംഭാഷണം നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ, അത് കേട്ടു നോക്കാം. അതിനുശേഷം എബിയിലേക്ക് തിരികെ വരും. വേറെ ഭൂമിയിൽ ഇവർക്ക് സ്ഥലം ഉണ്ടായിരുന്നല്ലോ. തിരുനെല്ലി പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുക്കാൻ നേതൃത്വം കൊടുത്ത വീട് നിർമ്മാണം ഇട്ടേച്ചു പോയിട്ട് വർഷങ്ങളായി. 3 വർഷം തുടങ്ങി ഈ പാവങ്ങളായ ആളുകൾ നിരവധി തവണ കയറി ഇറങ്ങുകയാണ് പഞ്ചായത്ത് ഓഫീസിൽ. ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ? നടപടി എടുക്കേണ്ടതാരാ? ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തുമാണ്. പഞ്ചായത്ത് നടപടി എടുത്തില്ല. ആ ആളുകളെ സംരക്ഷിക്കുന്ന നടപടി എടുത്തു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് താമസിക്കാനുള്ള വീടും സംവിധാനം ഒരുക്കണ്ടേ? അതൊരുക്കിയില്ല. ഇവരെ പിടിച്ച് പുറത്താക്കി. ഇവർക്ക് ഭക്ഷണം കൊടുത്തോ വെള്ളം കൊടുത്തോ? ഇവർ എവിടെ താമസിക്കും? ഈ രാത്രി എവിടെ താമസിക്കും? ഇതിന്റെ ഒക്കെ തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഇവിടുന്ന് പോകും. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എബി ജോൺ തോമസ്, ഇത് തിരുനെല്ലി പഞ്ചായത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. കൃത്യമായിട്ട് വയനാട്ടിലെ ആ ഒരു ഇടം ഏത് സ്ഥലമാണ് എന്നുള്ളത് പ്രത്യേകം നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഗോത്ര കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ മലബണ്ടാരങ്ങൾ അടക്കമുള്ളവരുണ്ട്. അതിലേതിൽ പെട്ടതാണ് ഈ വിഭാഗങ്ങൾ എന്നുകൂടി അറിയേണ്ടതുണ്ട്. അതൊക്കെ ഇതിൻ്റെ അനുബന്ധ കാര്യങ്ങളാണ്. ഗോത്ര കുടുംബങ്ങൾ തന്നെ ഏത് വിഭാഗത്തിൽ പെട്ടതാണ് എന്നതൊക്കെ വാസ്തവത്തിൽ അതിലുപരിയായിട്ട് വയനാട്ടിൽ ഈ പറയുന്ന ഗോത്ര കുടുംബങ്ങളെ കുടിൽ പൊളിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുടിൽ പൊളിച്ച് മാറ്റുന്ന പ്രക്രിയ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് മറ്റ് ഇടങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട്. മറ്റിടങ്ങളിൽ നഗരപ്രദേശങ്ങളോടോ ഗ്രാമപ്രദേശങ്ങളോടോ ഒക്കെ ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലെ മനുഷ്യരെ ഈ രീതിയിൽ പൊളിച്ചു മാറ്റി അവരെ തെരുവിലേക്ക് ഇറക്കുന്നതിന് സമാനമല്ല. അതിനേക്കാൾ 3, 4, 10 ഇരട്ടി ആഴമുള്ളതാണ് ഒരു ഗോത്ര കുടുംബത്തെ ആ രീതിയിൽ മാറ്റുന്നത്. അതും ഇപ്പോൾ എബി ജോൺ തോമസ് സൂചിപ്പിച്ചതുപോലെ OR കേളു, അതേപോലെ തന്നെ വനം വകുപ്പ് മന്ത്രി എന്നിവരുടെ ഇടങ്ങളായ ആ സ്ഥലത്ത് അത് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ? മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അവരെ കുടിൽ പൊളിച്ച് മാറ്റുന്ന പ്രക്രിയയ്ക്ക് വീണ്ടും ഗോത്ര കുടുംബങ്ങൾക്കുള്ള സവിശേഷമായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. അതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. അത് ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇവർക്ക് വീട് വെച്ച് തരാം, അല്ലെങ്കിൽ ഇവരെ കൃത്യമായ രീതിയിൽ പുനരധിവസിപ്പിക്കാം എന്നുള്ള വാഗ്ദാനം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇവരുടെ കുടിലുകൾ പൊളിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. 3 കുടിലുകളാണ് ആ നിലയ്ക്ക് പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളും പൂർത്തീകരിക്കാതെ ഇവർക്ക് അങ്ങോട്ട് മാറാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഈ നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇവർ അവർക്ക് താമസിക്കാൻ തയ്യാറാണോ? അവിടെ ആ പ്രദേശത്തേക്ക് മാറി താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ കഞ്ഞി വെച്ചിരുന്ന കഞ്ഞി തലേ ദിവസത്തെ ചോറായിരുന്നു, അത് ഞങ്ങൾക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല. അത് വീട്ടിൽ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ഈ പഴകിയ ഭക്ഷണം ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. അതാണ് അവർ നമ്മുടെ നൽകിയിരിക്കുന്ന ബൈറ്റിനകത്ത് പറയുന്നത്. സ്വാമി വീട്ടിലുണ്ടായിരുന്നു, സ്വാമിക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല. സ്വാമിയും ഞങ്ങളും ഒരുമിച്ചാണ് ആ രാത്രി മുഴുവൻ അവിടെ നിൽക്കേണ്ട ഒരു ഗതികേട്ടിലേക്ക് വന്നത് എന്നുള്ള കാര്യം അവർ വ്യക്തമായും പറയുന്നുണ്ട്. അത് ശബരിമലയ്ക്ക് പോകുന്നതിന് വേണ്ടി മാല ഇട്ട്
ഉൾപ്പെട്ടിരിക്കുന്ന ഒരാൾ കൂടി ആ കുടുംബത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തലേ ദിവസം വെച്ചിരുന്ന ആ കഞ്ഞി അത് പഴകിയ കഞ്ഞിയാണ്, അതൊരിക്കലും കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അപ്പോഴത്തേക്ക് വേണ്ടിയിട്ട് സ്വാമിക്ക് വേണ്ടിയിട്ടെങ്കിലും കഞ്ഞി ഭക്ഷണം നൽകുന്നതിന് വേണ്ടി കഞ്ഞി തിളപ്പിക്കുന്നതിന് വേണ്ടി വെള്ളം അടുപ്പത്തുണ്ടായിരുന്നു. അതുൾപ്പെടെ എടുത്ത് എറിഞ്ഞതിന് ശേഷമാണ് ഇത്തരം നടപടികൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് ഉള്ള അതിൻ്റെ വസ്തുതകൾ എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും പൊട്ടിക്കിടക്കുന്ന പാത്രങ്ങൾ ഉൾപ്പെടെ നമുക്കതിൽ കാണാൻ കഴിയും. വലിച്ചു പൊളിച്ചിട്ടേക്കുന്ന ആ കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ആ വീടിൻ്റെ ആ കുടിലിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ആ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുണ്ട്, വിധവയായിട്ടുള്ള ഒരു മാതാവുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അത്തരത്തിൽ പുറത്താക്കിക്കൊണ്ട് ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അതിന് എത്രമാത്രം വലിയ ന്യായീകരണം നടത്തിയാലും, നിയമത്തിന്റെ എത്രമാത്രം വലിയ ഇഴകീറി പരിശോധിച്ചാലും നീതി എന്നത് അതിനൊക്കെ അപ്പുറമാണ് എന്നുള്ള കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അതിനൊക്കെയും മുകളിലാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ വ്യക്തമായും പറഞ്ഞു വെക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. 16 വർഷമായി കുടുംബം അവിടെ താമസിക്കുകയാണെന്ന് ഇവർ തന്നെ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇവർക്ക് വീട് വെച്ച് നൽകുന്ന തിരുനെല്ലി പഞ്ചായത്തിന്റെ പദ്ധതി അത് എവിടെ എത്തി എന്നുള്ള ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതിന്റെ കരാറുകാരൻ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണ് ആ സ്ഥലം MLA കൂടിയായിട്ടുള്ള ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന്റെയൊക്കെയും കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ അന്വേഷണ പരിധിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഇത്തരത്തിൽ ഇവരെ ഈ വളരെ വേഗം ഇങ്ങനെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നതെങ്കിൽ അതിലേക്ക് ഇവരെ നയിച്ചിട്ടുള്ള ഈ ഉദ്യോഗസ്ഥർ നയിച്ചിട്ടുള്ള കാര്യം എന്താണ്, ഉദ്യോഗസ്ഥരുടെ ഉദ്ദേശം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണ പരിധിയിൽ വരുന്ന സംഭവങ്ങൾ കൂടിയാണ്. എന്തായാലും ഇതിലൊക്കെ കൂടിയാണ് ഇപ്പോൾ ഒരു അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥനെ, അതായത് ഈ കുടിലുകൾ പൊളിക്കാൻ നേരിട്ട് നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുമെന്നുള്ളൊരു പ്രഖ്യാപനം കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അല്പസമയം മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നാൽ ആ പ്രതികരണം കൂടി നമ്മൾ തേടുകയാണ്. ഈ ഘട്ടത്തിൽ ആ നിലയ്ക്കുള്ള പ്രതികരണം മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയേണ്ടത്. മന്ത്രി ഒപ്പം തന്നെ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ടെലിഫോണിലൂടെയുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിലുണ്ട്. എന്തായാലും ഈ കുടുംബങ്ങൾ 16 കൊല്ലമായി താമസിച്ചിരുന്ന ഇടത്തു നിന്നാണ് ഇവരെ ഇപ്പോൾ ഈ കുടിയിറക്കിയിരിക്കുന്നത്. ഈ കുടിയിറക്കൽ നടപടി അത് ഏതെല്ലാം തരത്തിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏതെല്ലാം ചട്ടങ്ങൾ പാലിച്ചാണ് എന്നുള്ളതെല്ലാം ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇവരെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതി നടന്നിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങൾ ഏതുവരെ എത്തിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പൂർണ്ണമായും ആ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഈ സംസാരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു ഘട്ടത്തിൽ നമുക്കത് വ്യക്തമായി കേൾക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ നിലയ്ക്കുള്ള എന്ത് നടപടികളാണ് അവർ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ ചോദ്യമായി തന്നെ ഉയർന്നു വരുന്ന ഒരു കാര്യമാണ്. അതെ, ഈ പൊളിച്ചിട്ടിരിക്കുന്ന കുടിലുകളുടെ ദൃശ്യങ്ങളും അതിന് മുകളിൽ കയറിയിരുന്ന് ആ വിഷയത്തിൻ്റെ വ്യാപ്തിയോ അതിൻ്റെ സങ്കീർണതയോ അറിയാതെ ഒരു ചെറിയ ചിരിയോടുകൂടി ആ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു മയിൽപ്പീലി എടുത്തുകൊണ്ട് മടക്കിയെടുത്തുകൊണ്ട് അങ്ങനെ നോക്കുന്ന ഒരു കുട്ടിയുടെ മുഖം നമ്മൾ കാണുകയുണ്ടായി. അവിടെ തകർന്നു കിടക്കുന്ന ആ കുടില് പൊക്കി ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മരം കൊണ്ടുള്ള തൂണുകൾ വീണ് കിടക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഒപ്പം തന്നെ എബിജോൺ സൂചിപ്പിച്ചതുപോലെയും നമ്മൾ കണ്ടതുപോലെയും ആ വീട്ടിൽ കഞ്ഞി വെച്ചതിൻ്റെ അത് കഴിച്ച് തീരാതിരിക്കുന്ന ഒരു സ്വാമിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ആ ദൃശ്യങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു വലിയ സങ്കടം, വലിയ ആത്മരോഷം ബാക്കി നിൽക്കുമ്പോഴും എബിജോൺ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നിരവധി വിഷയങ്ങൾ ഇതിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു തീർപ്പ് കൽപ്പിക്കുന്നതും ഉചിതമായിരിക്കില്ല. തോൽപ്പെട്ടി ആണ് വയനാട്ടിലെ അവിടുത്തെ വന്യജീവി സങ്കേതമാണത്. ആ വന്യജീവി സങ്കേതത്തിലെ ബേഗൂരിലാണ് ഈ ഗോത്ര കുടുംബങ്ങൾ താമസിച്ചിരുന്നത്. സ്വാഭാവികമായിട്ട് നേരത്തെ തന്നെയും വയനാട് അടക്കം ഇടങ്ങളിൽ വന്യജീവി സംഘർഷം, മനുഷ്യ സംഘർഷം രൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവർക്ക് അവിടെ നിന്ന് അവരെ മാറ്റിയിട്ട് അവർക്ക് താമസയോഗ്യമായ ഒരിടത്ത് സ്ഥലം നൽകി അവിടെ അവർക്ക് ഗൃഹനിർമ്മാണം നടത്തിയതിന് ശേഷം അവരെ അവിടെ താമസം മാറ്റുമെന്നുള്ള വാഗ്ദാനം നിലനിന്നിരുന്നു. അങ്ങനെയുള്ള ആ വാഗ്ദാനം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന രീതിയിൽ ഗൃഹനിർമ്മാണം പൂർത്തിയായി താമസയോഗ്യമായ ഒരിടത്തേക്ക് അവരെ കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും ഒരുക്കിയതിന് ശേഷം അവരോട്
ഇത്രാം തീയതി ഇന്ന ദിവസം മുതൽ നിങ്ങൾ അവിടെ വന്ന് താമസിക്കണം എന്ന് നിർദ്ദേശം നൽകുകയുണ്ടായോ? ആ നിർദ്ദേശപ്രകാരം നോട്ടീസ് നൽകുകയുണ്ടായോ? അവർക്ക് അതിനുള്ള സാവകാശം നൽകുകയുണ്ടായോ? അങ്ങനെയുള്ള എല്ലാ സാവകാശവും നൽകി നിരന്തരമായിട്ട് നോട്ടീസ് നൽകി അത് നടപ്പാക്കപ്പെടാതെ വരികയും ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് വരികയും ചെയ്തപ്പോൾ അവരെ പിന്നീട് ഈ കുടി ഒഴിപ്പിക്കുകയാണോ ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതെ എബി ജോൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വേണ്ടത്ര ക്രമീകരണങ്ങളൊന്നുമാവാതെ ഒരു ദിവസം ഈ പറയുന്ന രീതിയിൽ വന്ന് അവരുടെ പാത്രങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അത് തകിടം മറിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ചതുപോലെ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടും അത് തീരാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരും. ഇതിൽ ഏറ്റവും പ്രധാനം എബി ജോൺ തോമസ് ഈ പറയുന്ന വയനാട്ടിലേതടക്കമുള്ള മിക്കവാറും ഇടങ്ങളിലെ ഗോത്ര കുടുംബങ്ങൾ അവർക്ക് നല്ല രീതിയിലുള്ള താമസ സൗകര്യവും നവീന രീതിയിലുള്ള ജീവിത സംസ്കാരവും നൽകണമെന്ന് പൊതുസമൂഹവും മന്ത്രിമാരും അതേപോലെ ജനപ്രതിനിധികളും പറയുമ്പോഴും ഒരു വാസ്തവം മാറാതെ നിൽക്കുന്നുണ്ട്. പല ഗോത്ര കുടുംബങ്ങളും അവരുടെ തനത് ജീവിത ശൈലിയിൽ നിന്നും ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറാൻ താല്പര്യമില്ലാത്തവരുമാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് ആഭ്യന്തരമായിട്ടുണ്ടോ എന്നുകൂടിയും പരിശോധിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലേ? അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ രീതിക്കനുസരിച്ച് അവർ ജീവിക്കണം എന്ന് നിർബന്ധിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. പക്ഷേ അവർക്ക് സുരക്ഷിതമായി അവരുടെ ആവാസ വ്യവസ്ഥ അനുസരിച്ച് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ആവാസ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്ന ഈ പാക്കേജുകളൊക്കെ ഏത് വിധേന നടപ്പിലാക്കപ്പെടുന്നു, ഈ പ്രഖ്യാപിക്കപ്പെടുന്ന കോടികളൊക്കെ ഏത് വഴിക്ക് പോകുന്നു തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതിനൊക്കെയും ആര് മറുപടി നൽകും അല്ലെങ്കിൽ ആരാണ് മറുപടി നൽകേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു, വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്നു. പക്ഷേ അതൊക്കെയും ആദിവാസികൾ ക്ഷേമത്തിനാണെന്ന് പറഞ്ഞ് ആ ഒരു വലിയ ലേബലിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴും അവർ അത് ആഗ്രഹിക്കുന്നതാണോ അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള അവരുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം തരത്തിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്, അത് ഏതെല്ലാം വിധത്തിലാണ് നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബങ്ങൾ താമസിക്കുന്നത് ഇത് ഇവർക്ക് 16 വർഷമായി ഇവരോട് താമസിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവർക്ക് ഈ പൊളിച്ചു നീക്കിയ വീടിന് പകരം സുരക്ഷിതമായിട്ടുള്ള കുടിൽ നിർമ്മിച്ചു നൽകാൻ ഈ വനം വകുപ്പ് തയ്യാറാകണമെന്നൊരു ആവശ്യം പ്രധാനമായും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇവർ വീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെച്ച് തരാമെന്ന നിബന്ധനയോടെയാണ് വീട് പൊളിച്ചത് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷേ ആ നിബന്ധന പാലിക്കപ്പെട്ടില്ല എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഭക്ഷണം പോലും വേകുന്നതിന് മുമ്പ് തങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവർക്ക് ഇത്തരത്തിൽ ഈ വീട് ഗ്രാമപഞ്ചായത്ത് ഈ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം ഏറ്റെടുത്ത് കൊല്ലിമൂലയിൽ ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിന് ഒരു പദ്ധതി രൂപീകരിച്ചിരുന്നു. അതിന് സമീപത്ത് തന്നെയാണ് ഈ വനപ്രദേശത്തോട് ചേർന്നാണ് ഈ 3 കുടുംബങ്ങളും വർഷങ്ങളായി താമസിച്ചിരുന്നത്. ആ കുടിലുകളാണ് പൊളിച്ചു മാറ്റുന്നത്. പക്ഷേ ഇവർക്ക് വേണ്ടി നൽകിയിരിക്കുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം എന്തായാലും പൂർണ്ണമായും അല്ലെങ്കിൽ 100% പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥരെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇവരോട് താമസിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇവർ താമസിക്കുന്ന ആ സ്ഥലത്ത് നിന്നുമാണ് അവരെ ഇപ്പോൾ ഒഴിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ ഘട്ടത്തിലാണ് അവർ പറയുന്നത്, കഞ്ഞി വെക്കാൻ ഞാൻ കടുപ്പെങ്കിലും വേണ്ട എന്നൊരു ചോദ്യം എന്തായാലും ആ സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യം സ്വാഭാവികമായും അത് നമ്മളെയൊക്കെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ അത്തരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടി തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ഇത് ഏതെല്ലാം തരത്തിലുള്ള നിയമത്തിന്റെ ഭാഗം അല്ലെങ്കിൽ നിയമത്തിന് ചുവട് പിടിച്ചിട്ടാണെങ്കിലും അതിനൊരു തരത്തിലും നീതിയുടെ പേരിൽ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. MS ശരി, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട അനവധി വിവരങ്ങൾ നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഇപ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ഇത് പരിഹരിക്കും വരെയും അവിടെ ധർണ തുടരുമെന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് അടക്കമുള്ളവരുടെ ടെലിഫോണിലൂടെയുള്ള സംഭാഷണങ്ങൾ നമ്മൾക്ക് ഈ സമയം തത്സമയം വേണ്ടതുണ്ട്. അതേപോലെ തന്നെ CPIM നേതാവ് OR കേളു, വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റിയവർ, ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ഈ സമയത്ത് വയനാട്ടിൽ മുന്നറിയിപ്പില്ലാതെ ഗോത്ര കുടുംബങ്ങളുടെ കുടിൽ പൊളിച്ചു മാറ്റിയിരിക്കുന്നു. അങ്ങനെ കുടിലുകൾ പൊളിച്ചു മാറ്റിയതിനെതിരെ വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നു. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ ബേഗൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ അവർ താമസിച്ചുകൊണ്ടിരുന്ന ഈ കുടിലുകളെല്ലാം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പൊളിച്ച് ഇട്ടിരിക്കുന്നു. ഇങ്ങനെ പൊളിച്ചിടാൻ കാരണം
അറിയാം ഇവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന, ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഗൃഹങ്ങളിലേക്ക് മാറി താമസിക്കുക, അതിനുവേണ്ടിയാണ് ഇവരെ ഇങ്ങനെ നോട്ടീസ് ഒന്നും നൽകാതെ ഈ ഒരു ദിവസം ഈ കുടിലുകൾ പൊളിച്ചിട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, ആ വാസ്തവത്തിൽ തന്നെ എത്രത്തോളം ശരിയുണ്ട് എന്നതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ ബേഗൂരിലാണ് ഒരു വിധവ ഒപ്പം ഒരു ഗർഭിണി 3 കുടുംബങ്ങൾ താമസിച്ചിരുന്ന കുടിലുകൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ഈ 3 കുടുംബങ്ങൾ ഇന്ന് രാത്രി എങ്ങനെ പുലരും, എങ്ങനെ താമസിക്കും? ഈ കുടുംബങ്ങൾ വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം തുടരുന്നു. അതിനു മുൻപ് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ കാണുകയുണ്ടായി ആ 2 ഗോത്ര കുടുംബങ്ങളിലെ 2 സ്ത്രീകളുടെ സംഭാഷണങ്ങൾ. ഒരിക്കൽ കൂടി ആ സംഭാഷണങ്ങൾ നമ്മൾക്ക് 2 പേരുടെയും സംഭാഷണം ഒന്നുകൂടി കേൾക്കേണ്ടതുണ്ട്. ഇന്നലെ സ്വാമിക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ അടുപ്പിൽ വെള്ളം വെച്ചിട്ട് വെള്ളം എടുത്ത് മറിച്ച് രാത്രിത്തെ ചോറൊക്കെ എടുത്ത് മറിച്ചിട്ട് പാത്രമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇന്നലെ മുതൽ സ്വാമി അടക്കം വരെ ഞങ്ങൾ പട്ടിണിയാണ്. കുഞ്ഞു മക്കൾ ഞാനും അടക്കം പട്ടിണിയാണ്. ഇന്നലെ ഒരു പകൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ നേരമായിട്ടും അടുപ്പിൽ ഞാൻ തീ പിടിപ്പിച്ചിട്ടില്ല. എനിക്ക് അടുപ്പ് വേണ്ടേ വെക്കാൻ. ഞാൻ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ പായ്ച്ച വരെ കാണുന്നില്ല. ഞാൻ പിന്നെ വെള്ളം കുടിക്കാനായിട്ട് വീട്ടിലേക്ക് പോയത് വീട്ടിലേക്ക്. രാത്രി ഞാനിവിടെ ഒറ്റയ്ക്ക് ഞാൻ കിടന്നത്. നേരെ വെളുത്ത് കഴിയുമ്പോഴാണ് ഞാൻ പിന്നെ വീട്ടിൽ പോയി. പായ്ച്ചയും കാണില്ല, ഒന്നും കല്ല് 2 ബുള്ളറ്റ് ഉണ്ടായി, അതുവരെ എറിഞ്ഞ് പൊട്ടിച്ചവർ. ഇത് കിടക്കാനുള്ള പായ് വരെ അവർ എല്ലാം വലിച്ച് എറിഞ്ഞിട്ടാണ് ഈ വീട് അങ്ങനെ അകത്ത് കയറിയിട്ട്